സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 പേർ കൂടി മരിച്ചു. 3 മാസം പ്രായമുള്ള കുഞ്ഞും 52-കാരിയുമാണ് മരണപ്പെട്ടത്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇരുവരും മരിച്ചത്. കോഴിക്കോട് ഓമശ്ശേരി സ്വദേശിയായ ദമ്പതികളുടെ 3 മാസം പ്രായമുള്ള കുഞ്ഞ് കഴിഞ്ഞ 1 മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. 28 ദിവസമായി വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു കുഞ്ഞ്. കിണറ്റിൽ നിന്നുള്ള വെള്ളത്തിൽ നിന്നാണ് കുഞ്ഞിന് രോഗം ബാധിച്ചതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. സാമ്പിൾ പരിശോധിച്ചപ്പോൾ അമീബയുടെ സാന്നിധ്യം കിണറ്റിലെ വെള്ളത്തിൽ കണ്ടെത്തിയിരുന്നു. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് മരണം സ്ഥിരീകരിച്ചത്. മലപ്പുറം കണ്ണമംഗലം ചേറൂർ കാപ്പിൽ കണ്ണേത്ത് റംല എന്ന 52-കാരിയും 1.5 മാസമായി ചികിത്സയിലായിരുന്നു. രോഗലക്ഷണത്തെ തുടർന്ന് ജൂലൈ 7-നാണ് ചികിത്സ തുടങ്ങിയത്. തിരൂരങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിലും വേങ്ങരയിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടിയ ഇവർ സ്ഥിതി വഷളായതോടെ ഓഗസ്റ്റ് 4-നാണ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത്. മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയ്ക്കിടെ ആരോഗ്യനിലയിൽ പുരോഗതി വന്നതിനെ തുടർന്ന് വാർഡിലേക്ക് മാറ്റിയിരുന്നു. വീണ്ടും ജ്വരവും ഛർദിയും തുടങ്ങിയതോടെ ആരോഗ്യനില വഷളാവുകയും ഇന്നലെ പുലർച്ചെ മരിക്കുകയുമായിരുന്നു. ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ഡോക്ടർ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദ ഫസ്റ്റ് 24/7 ഹെൽത്ത് ന്യൂസ് ചാനൽ.